സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി സൺസ്ക്രീൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ വൈറ്റമിൻ സി സൺസ്ക്രീൻ നല്ലതാണോ, ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുമോ, മുഖത്തിട്ടാൽ കുരു വരുമോ, അതുപോലെ തന്നെ ഏത് സ്കിൻ ടൈപ്പിനാണ് ഈ ഒരു സൺസ്ക്രീൻ സൂട്ടബിൾ ആവുക, പിന്നെ ഈ സൺസ്ക്രീൻ ഇട്ട ഫേസ് കറക്കുമോ, ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് നമുക്ക് സൂര്യനിൽ നിന്നും നല്ല പ്രൊട്ടക്ഷൻ കിട്ടുമോ, ടാൻ ആവുന്നുണ്ടോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ഇടുമ്പോൾ ഫേസ് കറുത്ത് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർ കണ്ടു നോക്കും. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുമാത്രമല്ല സൺസ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും കൂടി ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സൺസ്ക്രീൻ നമ്മൾ ഇടുന്നത് സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്കിന്നിലുള്ള ടാൻ മാറാനോ അല്ല, സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറേയധികം റേഡിയേഷൻസ് സണ്ണിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ സ്കിന്നിൽ ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിൻ ക്യാൻസർ പോലെയുള്ളത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല സ്കിൻ നന്നായിട്ട് ഡാമേജ് ആക്കും, കറക്കും, ടാൻ ആക്കും. അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഏജ് തോന്നിക്കും. അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഇടണം എന്ന് പറയുന്നത്. സോ സൺസ്ക്രീൻ ഏതാണ് നല്ലത്, നമ്മുടെ സ്കിൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഏതാണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അക്കോളജിക്കിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഇട്ടിട്ടുണ്ട്, റിവ്യൂ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളത് കണ്ടു നോക്കൂ കേട്ടോ. സോ ഇത് മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഇതിൽ വിത്ത് വൈറ്റമിൻ സി വരുന്നുണ്ട്, ടേമറിക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സിയും കൂടി ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൺസ്ക്രീനിൽ വൈറ്റമിൻ സി വരുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ അത് എന്താ പറയുക, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കാൻ, മുഖത്ത് കറുക്കാനുള്ളൊക്കെ ചാൻസസ് ഉണ്ട്. സോ സൺസ്ക്രീൻ വൈറ്റമിൻ സി വരുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ SPF 50 PA+++ ആണ്. UVB UVA റേസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ച് മുഖത്ത് കുരു വരുമോ എന്ന് കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് വൈറ്റ് കാസ്റ്റ് ആണോ, അതായത് നമുക്ക് ഇതിടുമ്പോൾ വൈറ്റ് കാസ്റ്റ് തരുന്നുണ്ടോ, അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ചെറിയൊരു യെല്ലോ ടോൺ അങ്ങനെ വരുന്നുള്ളൂ. വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ടോ നിങ്ങൾ തന്നെ നോക്കൂ കേട്ടോ. ചെറിയ രീതിയിലൊരു വൈറ്റ് കാസ്റ്റ് ഇടുമ്പോൾ വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് അത് അബ്സോർവ് ആകുമ്പോൾ വലിയ രീതിയിലുള്ള വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ചെറിയൊരു ഗ്ലോയിങ് ലുക്കൊക്കെ തരുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് മടുക്കുന്നൊരു സ്മെല്ലൊന്നല്ല, നല്ലൊരു സ്മെല്ല് തന്നെയാണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആയി, ലൈറ്റ് വെയിറ്റ് ആണ്, ചെറിയൊരു ഡൂയി ലുക്ക് തരുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ആണ് കേട്ടോ, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ എന്നാണ് പറയണത് കേട്ടോ. ആയിരിക്കാം, നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള സ്യൂട്ടബിൾ ആവുന്ന സൺസ്ക്രീൻ ആയിരിക്കാം. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 ഗ്രാമിൻ്റെ പ്രോഡക്റ്റിന് എനിക്ക് തോന്നുന്നു 250-299 എന്തോ റേറ്റാണ് തോന്നുന്നത്, മാഞ്ഞുപോയി, എന്തോ റേറ്റ് എത്രയാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പം മെയിനായിട്ട് മാമ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള അവരുടെ പാക്കേജിങ് ആണ്. മാമ എർത്തിൻ്റെ പാക്കേജിങ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിൻ്റെ മേലെ വലിയൊരു ബോക്സ് ആയിട്ടൊന്നും എനിക്ക് കിട്ടില്ല, ഇങ്ങനെയായിരുന്നു കേട്ടോ എനിക്ക് വന്നത്. ഞാൻ നൈക്കിന്നോ ഏതിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ പാക്കേജിങ്ങിനോട് എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ടാൻ ആവുന്നുണ്ടോ, നമ്മൾ സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ, മുഖത്ത് കുരു വരുമോ, ഓയിലി ആക്കുന്നുണ്ടോ, ഇതിടുമ്പോൾ ഓയിലി ആക്കുന്നുണ്ടോ എന്നൊക്കെ എന്നുള്ള ഡൗട്ട്സിനുള്ള ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഇനി. അപ്പോൾ അത് ഡെയിലി നമുക്ക് ഇട്ടാൽ ആ ഒരു ഗ്ലോ കിട്ടും എന്നാണ് പറയണത്. കണ്ടോ, ചെറിയൊരു ഗ്ലോ പിന്നെയും നിൽക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ആ ഗ്ലോ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗ്ലോയിങ് ചെറിയൊരു ഗ്ലോ എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ ഇത് ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിന്നിന് സൂട്ടബിൾ ആകുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു സൺസ്ക്രീൻ ഇട്ടാൽ ചിലപ്പോൾ കുരു വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര നമ്മളിപ്പോൾ
കയ്യിലിട്ടപ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആയി. കയ്യിൽ അത്ര ഒരു എണ്ണമയം എനിക്ക് തോന്നിയില്ല, പക്ഷെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എണ്ണമയം പോലെ എനിക്ക് തോന്നി. ജസ്റ്റ് ഒരു എണ്ണമയം പോലെ, ഒരു ഓയിലി ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. മാറ്റ് ഫിനിഷ് അല്ല ഇത് തരുന്നത്, കുറച്ച് ഗ്ലോയി ഓയിലി ലുക്കാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഓയിലി പോലെ തോന്നും, കുറേ കഴിഞ്ഞാലാണ് വീണ്ടും ഓയിലി ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഇതെനിക്ക് തോന്നുന്നു ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആവും. വേണമെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഇത് ഉപയോഗിക്കാം, നോർമൽ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണ് എങ്കിൽ നിങ്ങളിത് മേടിച്ച് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ഹൈഡ്രേഷൻ വേണം. സൺസ്ക്രീൻ ഇടുമ്പോൾ മാറ്റ് ഫിനിഷ് അല്ല, വൈറ്റ് കാസ്റ്റ് ഒന്നും തരരുത്. പക്ഷേ ഒരു ഗ്ലോയി ഡ്യൂയി ലുക്കൊക്കെ, ഓയിലി ലുക്കാണ് വേണ്ടത് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങി ട്രൈ ചെയ്യാം. നല്ല സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ, ടാൻ ആവുന്നുണ്ടോ എന്നാണ്. നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് എന്തിനാണ്? ടാൻ ആവാതിരിക്കാനും സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാനാണ്. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ റീ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട്, അതായത് ടാനൊന്നും ആവാതെ നോക്കും. പക്ഷെ നമ്മൾ റീ അപ്ലൈ ചെയ്യാതെ നമ്മൾ രാവിലെ ഇട്ടു പിന്നെ റീ അപ്ലൈ ഒന്നും ചെയ്തില്ല, വെയിലത്ത് പോയി എങ്കിൽ ടാൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഓയിലി, നല്ല ഓയിലി സൺസ്ക്രീൻ, ഇങ്ങനത്തെ ഓയിലി ടൈപ്പാണ് വരുന്നതെങ്കിൽ അതിന് ഞാൻ പറഞ്ഞ പോലെ ഡസ്റ്റൊക്കെ വന്നിട്ട് നമ്മുടെ അടിഞ്ഞുകൂടി ഫേസിൽ കുരു വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത് കുരു വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ നമ്മൾ റീ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത്ര കിട്ടില്ല കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇതിലൊരു ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ആക്നെ പ്രോൺ സ്കിന്നുകാർ ഉള്ളവർ ഇത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഈ ഒരു സൺസ്ക്രീൻ അത്ര നല്ലതായിരിക്കില്ല കേട്ടോ. ഇപ്പോഴും ആ ഒരു ചെറുതായിട്ട് ആ ഒരു ഗ്ലോ നിൽക്കുന്നുണ്ട്. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഓയിലി ആക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഗ്ലോയി ലുക്കായിരിക്കും തോന്നുക, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്കിത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓയിലി ആക്കണ പോലെയാണ് തോന്നിയത് കേട്ടോ. കണ്ടോ, ചെറുതായിട്ടൊരു ഗ്ലോയി ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഓയിലി സ്കിന്നുകാരനെ പിന്നെ പറയണ്ടല്ലോ, എക്സ്ട്രാ ഒന്നും കൂടി ഓയിലി ആക്കും. സോ ഡ്രൈ സ്കിൻ, എൻ്റെ ഒരു ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമായി തോന്നിയില്ലെങ്കിലും പുറത്തൊക്കെ നമ്മൾ ഇറങ്ങിയാണെങ്കിൽ വേർക്കുന്ന ഒരു സ്വെറ്റ് ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ, നന്നായിട്ട് നിങ്ങൾ വേർക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരുമാതിരി ഓയിലി അങ്ങനെ എണ്ണമയം പിടിച്ച പോലെ തോന്നും കേട്ടോ. അപ്പോൾ മഴയത്തൊക്കെ ഇടുകയാണെങ്കിൽ ഓക്കെ, തണുപ്പുള്ള സമയത്തൊക്കെ ഇടുകയാണെങ്കിൽ ഓക്കെ. മഞ്ഞുകാലത്തൊക്കെ നിങ്ങൾ ഈ ഒരു സൺസ്ക്രീൻ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ടിരിക്കാനും അത്ര ഓയിലൊന്നും ആക്കില്ല കേട്ടോ മഞ്ഞുകാലത്തൊക്കെ ഇടുകയാണ്. പക്ഷെ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, വേർക്കുന്ന സമയത്തൊക്കെ ഇതിട്ട് വെച്ചാൽ സ്കിൻ നന്നായിട്ട് ഓയിലി ആക്കും. പിന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബോറൊന്നായിട്ട് തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൺസ്ക്രീൻ ഇടുകയാണെങ്കിൽ 2 to 3 hours കൂടുമ്പോൾ നിങ്ങൾ റീ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സണ്ണിൽ നിന്ന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിനെക്കാട്ടി നല്ല സൺസ്ക്രീൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഉപയോഗിച്ച് ഞാൻ കമ്പാരിസൺ വീഡിയോ ഇടാം കേട്ടോ. ഈ ഒരു സൺസ്ക്രീനും അക്കോളജിക്ക സൺസ്ക്രീനും കമ്പാരിസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് 2-3 സൺസ്ക്രീനും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ അതിൻ്റെ കമ്പാരിസൺ വീഡിയോസും കൂടി ഇടാം കേട്ടോ. അപ്പോൾ മമഎർത്തിൻ്റെ സൺസ്ക്രീൻ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. പക്ഷേ ഞാൻ ആക്നെ പ്രോൺ സ്കിന്നിനോ ഓയിലി സ്കിന്നിനോ റെക്കമെൻഡ് ചെയ്യില്ല. ബാക്കിയുള്ള സ്കിൻ ടൈപ്പിനും കുഴപ്പമൊന്നുമില്ല. അത്രയാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നന്നായിട്ട് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ കുഴപ്പമില്ലാത്ത ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ഇത്. സോ ഇതാണ് എൻ്റെ ഈ ഒരു മമഎർത്തിൻ്റെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെന്നുള്ളൊരു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി അക്കോളജിക്ക സൺസ്ക്രീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടു നോക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.